ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിഷയമൊക്കെ? അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കാം. നമ്മൾ ഓണൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ ഓണത്തിന് മുന്നോടിയായിട്ട് ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ട് കടലപ്പരിപ്പ് ഒരു 150 ഗ്രാം കടലപ്പരിപ്പ് ഉണ്ടാവും. അപ്പോൾ അത് 1 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ നല്ലോണം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുതിർത്തിലിട്ടാ. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം, ഒരു ശകലം ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വെള്ളം വെച്ചിട്ട് നല്ലൊരു 5-6 വിസിലടിക്കാം. ഓക്കെ. അപ്പോൾ കടലപ്പരിപ്പ് മത്തനും വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അതുപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ ഒരു പ്രാവശ്യങ്ങളും കിളി പോവും. പിന്നെ ആ കിളിനെ പിടിക്കാൻ വേറെ കിളി കൊണ്ട് അമ്മാരി ടേസ്റ്റാണ്. ഈ മത്തനും കടലപ്പരിപ്പും ഒന്ന് വെറൈറ്റി ഇൻഗ്രീഡിയൻസ് ചേർക്കണം കേട്ടോ. ഇതിന് ഇടയ്ക്കൊന്ന് പീസിന് നമുക്ക് കഴിച്ചു നോക്കാം. ഇല്ല ചൂടായിക്കോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ മധുരം. അപ്പോൾ ഈ കടലപ്പരിപ്പും മത്തനും നമ്മൾ പായസം ഉണ്ടാക്കണം കേട്ടോ ഗേസ്. അപ്പോൾ നമ്മൾ ഈ പായസത്തിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ, നമ്മൾ ശർക്കര ചേർക്കുന്നത്. അപ്പോൾ ഒമാനിൽ സാധാരണ ലോക്കൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ശർക്കരയാണിത്. ഇതിൻ്റെ ഭംഗി കണ്ടോളൂ, എല്ലാം ഒരേപോലെ അച്ചുള്ള ശർക്കര. ഇത് അരക്കിലോന് അവർ മേടിക്കുന്നത് ഏകദേശം 150 ഉറുപ്പിക അരക്കിലോന്. പിന്നെ നെക്സ്റ്റ് ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിലും ചെറിയൊരു പ്രൈസ് കുറവുണ്ടാവും. എന്നാലും സാധാരണ കടന്നൊക്കെ പഠിക്കുമ്പോൾ ഏകദേശം 600 പൈസ 500 പൈസ വരുമ്പോൾ 500-600 നോക്കുമ്പോൾ ഏകദേശം 150, 140, 130 ആ റേഞ്ച് വരും കേട്ടോ. ഓക്കെ, നീ കണ്ടില്ലെന്ന് പറയുന്നത്. നമ്മുടെ കടലപ്പരിപ്പ് നമ്മളിത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ 5-6 വിസിലടിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ശർക്കര അത്യാവശ്യം എല്ലാം ഉരുക്കി വന്നിട്ട് അതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ മറ്റേ പായസത്തിൻ്റെ ഹൈലൈറ്റ്സ്. ഇതും കൂടി ഇങ്ങനെ മിക്സ് ആക്കി നിങ്ങൾ ഈ പായസം കുടിച്ചാണ്ടല്ലോ, ഈ ഓണം കളറാവും. കളർ മാത്രമല്ല, പൊന്നോണാവും. നല്ലൊരു കളറൊക്കെ ഇട്ട് നല്ലൊരു നല്ല ടേസ്റ്റുള്ള സാധനം. അങ്ങനെ ഫാനം നോക്കാം ജസ്റ്റ്. അപ്പോൾ പരിപ്പ് അത്യാവശ്യം നല്ല വെന്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മത്തട്ട് എടുത്തിട്ടുണ്ട്. രണ്ടും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടിന് വേവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആദ്യം പരിപ്പ് അടിച്ചതിന് ശേഷം മത്തട്ട് എടുത്താൽ മത്തന് ആദ്യം വേവ് വലിയ സമയം ഉണ്ടാവില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മത്തനും പയറും അത്യാവശ്യം കടലപ്പരിപ്പ് അത്യാവശ്യം നല്ല പേസ്റ്റ് പോലെ ആയിട്ട് കേട്ടോ. അങ്ങനെ ഉടച്ച് തന്നെ അവിടെ ആയിരിക്കും. നമ്മുടെ ഇവിടെ അതിൻ്റെ ശർക്കര പാനി ഇവിടെ ശരിയാക്കിയിട്ടുണ്ട്. ഇതിനൂടെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം കുറച്ച് പാൽ ഒഴിച്ച് നല്ല മെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ് നമുക്ക് ഇതിൽ ചേർക്കാം. അല്ലേ, മിക്സ് ആകട്ടോ. നല്ലൊരു അട്ടപ്രഥമല്ല, നല്ലൊരു പ്രഥമം കഴിച്ചാൽ ഇത് ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ പായസം റെഡി ആയിട്ട് അതിൽ നമ്മൾ ശർക്കര കുറച്ച് ഇട്ടിട്ട് മധുരം കുറവായതുകൊണ്ട് ശർക്കര പൊടിച്ചിട്ടുണ്ട്. മത്തനും കടലപ്പരിപ്പും കുറച്ച് പാലൊഴിച്ചുള്ളതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല ഇതിൽ. പിന്നെ കുറച്ച് ബട്ടർ നമ്മൾ ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു തേങ്ങ ഇതേപോലെ ചെറിയ പീസാക്കി ഇട്ടാ നമ്മൾ ചൂടാക്കി എടുക്കുന്നു. കുറച്ച് തേങ്ങ ബട്ടർ ഒന്ന് മൂപ്പിച്ചെടുക്കാണ്ട് മകനെ വിളിക്കാടുന്നു. എന്നിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെ ഇടാം കേട്ടോ. എങ്ങനെയാണോ പായസം?